ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇവിടെ ചിറകടിച്ചു നിൽക്കുന്നതിനായി സ്തോത്രം. Holy Spirit is in this place tonight. അവിടുന്ന് രാത്രി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. The Lord is going to do wonderful things tonight. പുതുതായി ചിലരെ അഭിഷേകത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. Thank the Lord is going to anoint some of you newly this evening. ഇന്ന് രാത്രി ചില സുവിശേഷകരെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്നതിനായി നന്ദി. Thank you, Lord, that you're going to raise up some evangelists in this ചില place. രാജ്യാന്തര അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കുന്നതിനായി നന്ദി. Thank you, Lord, you raise up some apostles who will travel across ഇന്ന് the രാത്രി world. ഒരു മാന്റിലിന്റെ ഒരു ആമേൻ കർത്താവേ ഒരു കൈമാറ്റം നടക്കുന്നതിനായി നന്ദി പറയുന്നു. Hallelujah. Thank you for the divine exchange that's going to take place സഭ tonight. കൊതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി ദൈവം ഒരു ഓവർഫ്ലോ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Thank the Lord is going to send an overflow to the things that we've been praying and longing for. ഇതിനകത്ത് പൊങ്ങുന്ന നദിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. Thank you, Lord, for the river that is flooding ഈ in this നദിക്കകത്ത് place. ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുമല്ലോ കർത്താവേ. Thank you for the moving creatures in ഇതിനകത്ത് this place. മരണത്തിന്റെ കയ്പിനെ മാറ്റുന്നതിനായി സ്തോത്രം Thank you, ചെയ്യുന്നു. Lord, the bitterness of death is being ഇതിനകത്ത് removed. ക്യാൻസറുകൾ സൗഖ്യമാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Thank you, Lord, that you're sending healing, ഇതിനകത്ത് Lord. ബ്രസ്റ്റ് ക്യാൻസറുകൾ സൗഖ്യമാകുന്നതിനായി നന്ദി പറയുന്നു. Thank you, Lord, for your healing ഇതിനകത്ത് breast ട്യൂമറുകൾ cancer. അപ്രത്യക്ഷമാകുന്നതിനായി നന്ദി പറയുന്നു. Thank you, Father, that Let you are there be healing in the tumors, name of Lord. Jesus. Yes. കർത്താവേ ഞങ്ങൾ ക്രൂശിന്റെ മറവിൽ മറയുകയാണ്. Lord, we hide ourselves behind the cross. ഈ സാങ്ച്വറിയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തതിനായി നന്ദി Holy പറയുന്നു. Spirit, thank you that you have taken ഊരി പിടിച്ച control. മിന്നുന്ന വാളുമായി ദൈവദൂതർ സംഘം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചുറ്റും ഇവിടെ ഇറങ്ങിയതിനായി നന്ദി Thank പറയുന്നു. you, Lord, for the angelic protection all ഫ്ലോറിഡയുടെ around us, oh ആത്മമണ്ഡലം God. സ്വർഗ്ഗം ഏറ്റെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. Thank you, Lord, that you are controlling the ഒരു atmosphere തുറക്കപ്പെട്ട here, oh സ്വർഗ്ഗം God. ഞങ്ങൾക്ക് മേളിൽ ഒരുങ്ങിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. Thank you, Lord, for the open heavens above Oh, us. thank you, Holy Ghost. In Jesus' name, amen. Amen, amen. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. Holy Spirit will speak to us tonight. എപ്പോ നിർത്താൻ പറയുമ്പോൾ ഞാൻ എൻ്റെ വചന ശുശ്രൂഷ നിർത്തും. Anytime the Spirit tells me, I'll stop. എനിക്കറിയാം നിങ്ങൾക്ക് നല്ല ഒരു ദൈവദാസനെ തന്നിട്ടുണ്ട്. I know you have a pastor here, നന്നായിട്ട് വചനം ശുശ്രൂഷിക്കും. preaches God's word. വചന ശുശ്രൂഷയ്ക്കോ വചനത്തിന് ഒന്നും കുറവില്ല. There's no scarcity for the word of God here. ഒന്നിനും കുറവില്ലാത്തൊരു ദൈവസഭ. Amen. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. Lord bless you. അതുകൊണ്ട് വചനത്തിന്റെ പുഷ്ടി നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. So I know that you have the richness of God's word. അഭിഷേകത്തിന്റെ ചലനവും നിങ്ങളുടെ അകത്തുണ്ട്. I know that there's deep inside of this anointing. രണ്ടുകൂടെ ചേരുന്നിടത്ത് ഉണർവുണ്ടാവും. When there is these two things come together, there will be Some revival. people give more emphasis to the word of God. പലപ്പോഴും ചിലര് വചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. Some people will give more emphasis to the power of the Holy Spirit. പരിശുദ്ധാത്മ ശക്തിക്ക് ചിലര് പ്രാധാന്യം കൊടുക്കും. I say IPC Orlandoട് ഞാൻ പറയട്ടെ, we need both. എന്നാൽ നമുക്ക് രണ്ടും ആവശ്യമുണ്ടെന്ന് We need the power of the word of God. Come on. ദൈവവചനത്തിന്റെ ശക്തി നമുക്ക് We വേണം. need the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് We വേണം. need the power of the word of God. ദൈവവചനത്തിന്റെ ശക്തി നിങ്ങൾ ആമേൻ പറയുന്നത് വരെ ഞാൻ പറയും. We need the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി We നമുക്ക് need the ആവശ്യമാണ്. power of the word of God. വചനത്തിന്റെ ശക്തി We വേണം. need the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. And the power of the word of God is here. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിനകത്തുണ്ട്. And the power of the Holy നിങ്ങൾ Spirit is വന്നതുപോലെ here. തിരിച്ചു പോകത്തില്ല. You will not go back the ഇന്ന് way you രാത്രി came. ദൈവത്തിന്റെ ആത്മാവ് ഒരു ഇരട്ടി പങ്കിനെ നിങ്ങളുടെ മേൽ പകരും. Tonight the Holy Spirit wants to come in ഒരു double ഹല്ലേലൂയ portion പറഞ്ഞാട്ടെ. upon you. ന്യൂയോർക്കിൽ ഒരു നല്ല യൗവനക്കാരൻ A young man in New York, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. he committed himself to serving God. Very handsome like you, brother. He became an eloquent preacher. അദ്ദേഹം ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട വാഗ്മിയായിട്ട് മാറി. ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ പാസ്റ്ററാണ്. And he is a pastor of a Baptist church. ഒരു ഇംഗ്ലീഷ് ചർച്ച് അദ്ദേഹത്തെ ഹയർ ചെയ്തു. An English church hired him. അദ്ദേഹം ഇംഗ്ലീഷ് ചർച്ചിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. He started preaching in English church. രാജ്യങ്ങളിൽ ദൈവം അദ്ദേഹത്തെ അയക്കുകയാണ്. God began to send him to different countries. ഒരു ഞായറാഴ്ച രണ്ട് സഹോദരിമാർ മുമ്പോട്ട് വന്നിട്ട്, പാസ്റ്റർ we are praying for you. Two sisters came forward one day and said, Pastor, we are praying for you. Amen. Next week the sisters did the same thing. Next week also they did the same thing. അടുത്ത ആഴ്ചയിലും സിസ്റ്റർമാർ അത് തന്നെ The ചെയ്തു. following week they did the same thing. പക്ഷെ പാസ്റ്റർക്ക് ഒരു ഇത്തിരി അനോയിങ് ആയി. And after some time it was kind of annoying. യൗവന രക്തമല്ലേ, ക്ഷമിച്ചേക്കാമല്ലേ. And of course he's a young person, he decided to forgive. ചോദിച്ചു, എനിക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ Then finally പ്രാർത്ഥിക്കുന്നത്? asked, why are you praying for me? Better you pray for the Gentiles. You pray for Gentiles. ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ. Pray for those who are not saved. പക്ഷെ വന്ന സഹോദരിമാർ വിഷണറിമാരായിരുന്നു. And those sisters who came, they were missionaries. അവർ പറഞ്ഞു, പാസ്റ്റർ we are praying for you that you may be anointed by the Holy Ghost. They said, അവര് വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നല്ല വാഗ്മിയാണ് കേട്ടോ.
You are a good preacher. നിനക്ക് നല്ല ശുശ്രൂഷയുണ്ട്. You have a good ministry. പക്ഷെ നിന്റെ മേൽ അഭിഷേകം വന്നാൽ But if the Holy Spirit നീ anointing ആള് comes upon മാറിയവനെ you, പോലെയാകും. you will be Come on, in transformed. the name of Jesus. യേശുവിന്റെ അവ നാമത്തിൽ. ചെറുപ്പക്കാരന്റെ അകത്ത് കയറി That has gotten inside the heart of young അവൻ man. പ്രാർത്ഥിക്കാൻ തുടങ്ങി. He began to pray. മോനെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം നീ. Child, you should pray. കർത്താവേ, എന്റെ അപ്പൻ പറയുന്ന അന്യഭാഷ ശരിയാണെങ്കിൽ, But if what the tongues my dad speaking is the true one, അമ്മ പറയുന്ന അന്യഭാഷ ശരിയാണെങ്കിൽ, the tongues that my mom is speaking, ഇന്ന് രാത്രി എന്നെ നിറയ്ക്കാതെ വിടരുത്. if that is true, Lord, you should fill me tonight. This young man started to pray. ഈ യൗവനക്കാരൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കിട്ടുന്നില്ല. He's not receiving it. കിട്ടാതെ വരുമ്പോൾ ഇത് ഇല്ലെന്ന് പറയരുത്. So when you're not receiving it, don't say you don't കിട്ടാതെ have വരുമ്പോൾ it. ഓർത്തോണം, കൃപാവരത്തോടെ ദൈവം അങ്ങ് നിറയ്ക്കും. So when you're not receiving it, just believe one thing, that God is going to fill you with even gifts of the Spirit. Come on, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് കൃപാവരത്തോടെ നിറയ്ക്കാനാ പദ്ധതി. See, if you have not so far received the baptism of the Holy Spirit, God has a plan to fill you with even the gifts of the Spirit. അമേരിക്കയുടെ ന്യൂയോർക്കിന്റെ ഡൗൺ ടൗണിലൂടെ യൗവനക്കാരൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. And this young man is walking in the downtown of New York with prayer. Somebody prayed here tonight that Lord fill me, എന്നെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആരോ? ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു, ആളിനെ കണ്ടില്ല. നിങ്ങളെ ഉൾപ്പെടെ കർത്താവ് നിറയ്ക്കും ഇന്ന് രാത്രി. When I was sitting there, I heard somebody praying inside, Lord, fill me. And I believe the Lord is going to fill you also tonight. Amen. ആ വിധവയുടെ വീട്ടിലെ പാത്രങ്ങളിൽ, ഒഴിഞ്ഞ പാത്രങ്ങളിൽ എണ്ണയുടെ പകർച്ചയുണ്ടായതുപോലെ ഇന്ന് രാത്രി സഭയ്ക്കകത്ത് എണ്ണയുടെ ഒരു പകർച്ചയുണ്ടാകും. Like that widow's house, those outpouring of the oil, and that's exactly the outpouring of the Holy Spirit is going to take place tonight. This man started walking and praying. അമേരിക്കയുടെ ന്യൂയോർക്കിന്റെ ഡൗൺ ടൗണിൽ നടന്നു പ്രാർത്ഥിക്കുകയാണ്. And he's walking in the New York City. Amen. ഒരു ദിവസം അദ്ദേഹം നടക്കുമ്പോൾ ഒരു ലൈറ്റ്നിങ് പോലെ, വലിയ ഇടിവെട്ടുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഈ ചെറുപ്പക്കാരന്റെ മേൽ ഇറങ്ങി. And as he was walking and praying, he felt like a lightning bolt coming upon him. അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു സാധാരണ അഭിഷേകമല്ല വീണേക്കുന്നത്. He understood this is not an ordinary anointing. ഒരു അസാധാരണമായ അഭിഷേകം. This is an unusual ഒരു anointing. അസാധാരണമായ ദൈവകൃപ. This is an unusual grace of മനസ്സിലായി, God. നിർത്താൻ പറ്റത്തില്ല. And he couldn't stop it. നിർത്താൻ പറ്റുന്നില്ല. He couldn't stop it. അന്യഭാഷ നിർത്താൻ പറ്റുന്നില്ല. പറഞ്ഞു, അന്യഭാഷ പറയുന്നവർക്ക് അന്യഭാഷ നിർത്താൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി ചിലർക്ക് അന്യഭാഷ പറയുന്നത് നിർത്താൻ പറ്റത്തില്ല. I pray that tonight some of you are not able to stop preaching. ഇതൊരു നദിയാ. യേശുവിന്റെ നാമത്തിൽ ഈ ചെറുപ്പക്കാരൻ ഓടി ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നു. He ran into a friend's place. അവനെ ബെല്ലടിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു റൂം തരണം പ്രാർത്ഥിക്കാൻ. He rang the bell and said, give me a space to pray. ഓടി കയറി ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. He went inside and started praying. ആമേൻ. അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, DL മൂഡി എന്ന ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അല്പസമയത്തേക്ക് അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് പിൻവലിക്കണം, അല്ലെങ്കിൽ എന്റെ മൺകൂടാരം പൊളിഞ്ഞു പോകും. DL Moody, I told the Lord, come and pull this spirit away from me for some time, otherwise my earthen vessel will be burst. ആമേൻ. അന്നു രാത്രി DL മൂഡിയെ നിറച്ച അതേ ദൈവകരം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. Oh, that same Holy Spirit, same hand that filled DL Moody is here tonight. There is a book called Secret Power of the DL Moody. Secret Power of D.L. Moody എന്നൊരു പുസ്തകമുണ്ട്. D.L. Moody എങ്ങനെ എഴുതിയിരിക്കുന്നത്? ആമേൻ, സ്തോത്രം. എന്നെ ഒരു റബ്ബർ പന്ത് പോലെ പരിശുദ്ധാത്മാവ് വലിച്ചെറിഞ്ഞ ദിവസമായിരുന്നു അത്. That was a day like a rubber ball. The Holy Spirit kind of threw me out. ആഗ്രഹമുണ്ടോ ഇന്ന് രാത്രി? Should I do you desire രണ്ട് that? അന്യഭാഷ പറഞ്ഞ് നിർത്താനല്ല. Not stop with two lines of speaking in tongues. ഫ്ലോറിഡയുടെ ആത്മമണ്ഡലത്തിൽ ആത്മനിയോഗത്തിൽ ചലിക്കപ്പെടുന്ന ഒരു തലമുറയാകാൻ ഇന്ന് രാത്രി നിനക്ക് കരുത്തുണ്ടോ? ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചേ. Do you wish to be the generation that move in the spiritual atmosphere here in Florida? അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചേ ആത്മാവിൽ. Come on, those of you who have speaking in tongues, speak the Lord, pray in tongues tonight. ആ പുസ്തകത്തിൽ D.L. മൂഡി പറയുകയാണ്, that book D.L. Moody says, ഞാൻ നേരത്തെ പ്രസംഗിച്ച അതേ സ്ക്രിപ്റ്റ്, the same script that I used to preach before, same message. അഭിഷേകം പ്രാപിച്ചിട്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. I started preaching the same message after I got anointed by the Holy Spirit. Same script, same points, same points, same sub points, ബാക്കിയുള്ള ചെറിയ പോയിന്റുകളെല്ലാം same thing.
പക്ഷേ ആയിരങ്ങൾ രൂപാന്തരപ്പെടുന്നത് ഞാൻ കണ്ടു. I've seen thousands are being transformed. Oh, come on, in the name of Jesus. ഏതോ ഒന്ന് കണ്ടിട്ട് പോകുന്ന പാസ്റ്റർ പ്രസംഗം നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകാനല്ല ഇനി ഒർലാൻഡോയിലുള്ള ദൈവസഭയെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. God is not desiring for the people here in Orlando that you walk away from the church service that say it was a good service, it was nice, it was good. കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഇവിടെ ചില പ്രാർത്ഥിക്കുന്ന അമ്മമാര് വന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന അപ്പമാര് വന്നിട്ടുണ്ട്. Early morning your children will come to you and say, Dada, I saw Jesus in my room. Hallelujah. To praying fathers and mothers, your children are going to knock at your door and say, I saw Jesus. ഞാൻ രാത്രിയിൽ യേശുവിനെ കണ്ടു, യേശുവിന്റെ ദർശനം കണ്ടു നിങ്ങളോട് പറയും. അതിൽ വലിയ ഭാഗ്യമുണ്ടോ? അതിൽ ഞാൻ ഒത്തിരി ആമേനാ പ്രതീക്ഷിച്ചത്. And I'm just hearing, I'm just expecting to hear a great amen from you people. നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ ഞാൻ ഡിസിക്ക് കൊണ്ടുപോകണം. If you don't want it, I'm taking it back to DC. I want to see that in my church. എൻ്റെ സഭയിൽ എനിക്കത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ രാവിലെ വന്ന് പറയണം, ഡാഡി, I see Jesus in my room. എൻ്റെ റൂമിനകത്ത് ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ ദൂതന്മാരെ കണ്ടു. Come on, ഇന്ന് രാത്രി ഇതൊരു എൻകൗണ്ടർ ഇൻ ദി നൈറ്റ് ആണ്. Hallelujah. I want to hear my children come in telling me that I had a vision of Jesus. I saw angels in my room. Hallelujah. Amen. This is a night of an encounter. Amen. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. Luke chapter 2. ആമേൻ. 25 മുതൽ from reading from verse 25 onwards. 33 വരെയുള്ള വാക്യമാണ് ഇന്ന് നാം വായിക്കുന്നത്. And the text is actually 25 all the way to 33. സമയക്കുറവുകൊണ്ട് ഞാൻ തന്നെ പെട്ടെന്ന് പറഞ്ഞു വിടാം. All right. എന്ന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. യെരൂശലേമിൽ ശിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. There was a man in Jerusalem by the name Simeon. ആമേൻ. ശിമിയോൻ എന്ന വാക്കിന്റെ അർത്ഥം God heard എന്നുള്ളതാണ്. ദൈവം കേട്ടു എന്നുള്ളതാണ്. Yes, that means God. The name means God heard. ആ മനുഷ്യനെ പറ്റി ദൈവവചനം പറയുക, ആ മനുഷ്യൻ നീതിമാനായിരുന്നു. Bible says he was a righteous. ഇസ്രായേലിന്റെ സമാധാനത്തിനായി കാത്തിരിക്കുന്ന, ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. He was waiting for the consolation of Israel. മൂന്നാമത് പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. And thirdly, Holy Spirit was upon him. ഒന്നാമത് നീതിമാനായിരുന്നു. First, he was righteous. രണ്ട് കാത്തിരിക്കുന്നവനായിരുന്നു. He was a devout man waiting. മൂന്ന് പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. Holy Spirit was upon him. ഒന്ന് പറഞ്ഞേ, അവന്റെ മേലുണ്ടായിരുന്നു. Upon him. അവന്റെ അകത്തുണ്ടായിരുന്നു. It was inside him. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക അവന്റെ മേലിലുണ്ടായിരുന്നു. Holy Spirit was upon him. ഇത് രണ്ട് അനുഭവങ്ങളാണ്. These are two different experiences. ഇന്ന് ശ്രദ്ധിച്ചോ. Listen. Acts chapter 2 ശേഷമല്ല. Not Acts chapter 2. 120 ഒരാളല്ല ഈ മനുഷ്യൻ. This man is not one among the 120. Before the outpouring of Pentecost. Yes, പെന്തക്കോസ്തിന്റെ വലിയ മഴ പെയ്യുന്നതിന് മുൻപത്തെ സംഭവമാണ്. ഈ മനുഷ്യൻ ആത്മ നിറവിൽ നടക്കുന്നവനായിരുന്നു. He was walking in the fullness of the Spirit. കാരണം അവൻ കാത്തിരിക്കുന്നവനായിരുന്നു. Because he was a man who was waiting. സിസ്റ്റർ, അവൻ നീതിമാനായിരുന്നു. He was a righteous man. ഇന്ന് രാത്രി ആരെയൊക്കെ ദൈവം നിറയ്ക്കുകയാണ്. God is filling some of you. നിങ്ങളുടെ മനസ്സിൽ ആ വാക്യം വന്നു കഴിഞ്ഞു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. Hallelujah. They that wait upon the Lord will mount up with wings like eagle. ഞാൻ ഇന്ന് കർത്താവിനോട്, കർത്താവ് ഇന്ന് ഞാൻ സ്ലോയിലാ പ്രസംഗിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ സ്ലോയിലാ പ്രസംഗിക്കാൻ. I told the Lord I'm going to speak very little slow. ഞാൻ ഒരു ബൈബിൾ സ്റ്റഡി പോലെ പഠിപ്പിക്കാൻ പോവാണ്. I'm going to teach more like a Bible study. കേറിയപ്പോൾ മുതൽ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. But I can tell you, ever since I got into the stage, I still began to experience a power of the Spirit. Come on, it's not an emotional tickling, but it's a power of God that's manifesting in this church. ഇത് വെറുതെ എനിക്കുണ്ടാകുന്ന ഒരു വികാരാനുഭൂതിയല്ല, പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് രാത്രി ചില പ്രവാചകന്മാരിനകത്ത് എഴുന്നേൽക്കും. God will raise up some prophets in this place. അപ്പോസ്തലന്മാർ എഴുന്നേൽക്കും. God will raise up some apostles. ചില രാജ്യങ്ങളെ ഇളക്കുന്ന അപ്പോസ്തലന്മാരിനകത്ത് എഴുന്നേൽക്കും. God will raise up some apostles who will shake up nations. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലിറങ്ങും. Holy Spirit will come upon you. Hallelujah. Hallelujah. ഇങ്ങനെ ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. This is what it says. ആമേൻ. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ, before he sees the Messiah of God, amen, കർത്താവായ യേശുവിനെ കാണുന്നതിന് മുമ്പേ, before he sees the Lord, അവൻ മരിക്കത്തില്ലെന്ന്. he will not die. നാട്ടിൽ നിന്ന് വന്നൊരു പ്രവാചകനല്ല പറഞ്ഞത്. This was not said by a prophet who came from India. പരിശുദ്ധാത്മാവ് പറഞ്ഞത്. This is Holy Spirit himself said it. മലയാളം ബൈബിൾ ഇച്ചിരി ബ്യൂട്ടിഫുൾ ആണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മരണത്തിന് നിന്നെ കാണാൻ പറ്റത്തില്ലെന്ന്. Listen to the word.
The Bible said death cannot see you. മരണത്തിന് നിന്നെ കാണാൻ കഴിയുകയില്ല. വാഗ്ദത്തം കാണുന്നതിന് മുമ്പേ, before you see the promise, നീ കാത്തിരുന്ന സഹോദര, നീ കാത്തിരിക്കുന്ന ഉണർവ് കാണുന്നതിന് മുമ്പേ, before you see the revival that you're waiting for, നിന്റെ കുഞ്ഞ് പ്രവചിക്കുന്നത് കാണുന്നതിന് മുമ്പേ, before you see your child prophesying, നിന്റെ കുഞ്ഞ് ആഫ്രിക്കയിൽ ആത്മാക്കളെ നേടുന്നത് കാണുന്നതിന് മുമ്പേ, before your child wins people in Africa, മരണത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ലെന്ന്. the death cannot touch you. അയ്യോ, ഇന്ന് രാത്രി ആ ദൂതയെ ഒന്ന് കേറി പിടിച്ചേ. രാത്രി Come on, catch that message tonight. ഡോക്ടറിന്റെ റിപ്പോർട്ടുമായിട്ട് ആരെങ്കിലും ഇതിനകത്ത് തിരിപ്പുണ്ടോ? ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിൽ I want to prophesy to you, death cannot see you. Hallelujah. If anybody here with the diagnosis of cancer, I want to tell you that death cannot see you. ആമേൻ. മരണത്തിന് നിങ്ങളെ കാണാൻ പറ്റത്തില്ല. അയ്യോ, അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ ദൈവത്തിന്? Do you think God has such a program? ദൈവത്തിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? Do you think God has such a plan? വാഗ്ദത്തമുള്ളവനെ ദൈവം മരണം കാണാതെ മറയ്ക്കും. You know, if you have a promise, God is going to cover you. ഫ്ലോറിഡയിൽ മരണം ഇങ്ങനെ നോക്കുകയാണ്. ഫ്ലോറിഡയിൽ മരണം ഇങ്ങനെ നോക്കുക. The death is looking down upon you here in ഞാൻ Florida. വിശ്വസിക്കുന്നത് വാഗ്ദത്തമുള്ള സഹോദര, നിനക്ക് ചുറ്റും അവനൊരു ചുമന്ന രക്തത്തിന്റെ അടയാളമേ കാണാൻ പറ്റത്തുള്ളൂ. Brother and sister, those who have a promise, God has put a fence around you. Amen. That blood will speak. That blood will speak. That blood will speak. Better than the blood of Abel. ഞാൻ ആത്മാവിൽ കാണുന്നു പാസ്റ്ററെ. I see in my spirit. ആ രക്തം പറയും, that blood will എന്റെ say, കുഞ്ഞിനെ തൊടരുത്. Don't touch my ഇവനെ ഞാൻ child. വാഗ്ദത്തത്തിന് വേണ്ടി പ്രിസർവ് ചെയ്തിരിക്കുക. Oh, he is reserved for a ഇവനെ ഞാൻ promise. ഉണർവിന് വേണ്ടി പ്രിസർവ് He ചെയ്ത്. is Come on. reserved for a revival. ഇവനെ ഞാൻ ബുദ്ധിയുടെ പ്രമാണങ്ങൾ ഉടയട്ടെ യേശുവിൻ നാമത്തിൽ. ഇന്ന് രാത്രി ഹല്ലേലൂയ എല്ലാ മുൻവിധികളെ ആത്മാവിനെ യേശുവിൻ നാമത്തിൽ rebuke ചെയ്യുകയാണ്. rebuke every preconception in the name of Jesus. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ സാങ്ച്വറിയിലേക്ക് കയറി വന്നപ്പോൾ ആത്മാവ് പറഞ്ഞു, പപ്പടം പൊടിയുന്ന പോലെ കാറ് പൊടിഞ്ഞു പോയ ചിലരതിരിപ്പുണ്ട്. When I walked into this sanctuary today, Holy Spirit told me some people sitting here, their vehicle was just crushed like puppet in an accident. നിന്നെ വലിച്ചെടുത്ത പോലീസുകാർ വിചാരിച്ചു നീ ഇനി ജീവിക്കത്തില്ലെന്ന്. And the policemen who probably the people who pulled you out, they probably thought you would never survive. മരണം കാണാതെ നിന്നെ മറച്ചു കേട്ടോ. But there is something that kept you from seeing death. നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടത് ഞാൻ എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കാം. I command my angels so that you will not strike your foot against the stone. ഒരു ദൂതനല്ല കേട്ടോ. Not one. ദൂതന്മാരുടെ സംഘത്തിന്റെ അകമ്പടി ദൈവമക്കളെ നിങ്ങളുടെ മേലുണ്ട്. Yes, God has sent not just one single angel, but a company of angels came to assist you. മരണം കാണാതെ ദൈവം മറച്ചു. God hid you without seeing death. മരണം കാണാതെ മറയ്ക്കും കേട്ടോ. Yes, God will hide you without seeing death. വാഗ്ദത്തമുള്ളവന് വേണ്ടി ദൈവം രാജാക്കന്മാരുടെ കണ്ണ് കെട്ടും കേട്ടോ. Amen. To save you, God will blind the eyes of even the kings. In the name of Jesus. പഴയ നിയമത്തിൽ അപ്പോൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. ഞാൻ വചനം പഠിച്ചപ്പോൾ ഷണ്ണന്മാർ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഷണ്ണന്മാർ. When I was studying the Bible, there's a group called eunuchs. രാജാക്കന്മാരുടെ രഹസ്യം അറിയുന്നവരെ ഷണ്ണന്മാരാന്ന് വിളിക്കും. ഷണ്ണന്മാർ. These are the people who keep the secrets of the royals. എത്യോപ്യനായ ഷണ്ണൻ നമ്മൾ കേട്ടിട്ടുണ്ട്. You heard of an Ethiopian eunuch? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് കേട്ടോണം. Something that I understood. അവർ പലരും ജനിച്ചത് ആമേൻ ഷണ്ണന്മാരായിട്ടല്ല. They were not born as eunuchs. ആമേൻ. അവരെ സ്ത്രീകൾ വശീകരിക്കാതിരിക്കാൻ രാജാവിന്റെ മുഴുവൻ രഹസ്യം അറിയുന്ന ഇവരെ അവർ സ്റ്റെറൈൽ ചെയ്യും, ഷണ്ണന്മാരാക്കും. Yes, they were actually made eunuchs through procedures. Amen. ആ സീക്രട്ട് സൂക്ഷിക്കാൻ വേണ്ടി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? So that they would keep the secrets of the palace. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. And the Holy Spirit told me. ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെട്ട ജോസഫ് അങ്ങനെ ഒരു പദവിയിലാ പോയിരുന്നത്. And Joseph was actually in such a position in Egypt. പക്ഷേ ജോസഫിനെ ഷണ്ണനാക്കാൻ രാജാവ് മറന്നുപോയി കേട്ടോ. But the king forgot to make him a eunuch. കാരണം എന്തെന്നറിയാമോ? അവന്റെ സന്തതിയിൽ നിന്ന് ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിച്ചു വരണം. Because there was a promise through him a royal child should come. ഞാനതാ പറഞ്ഞു, ഇന്ന് രാത്രി വാഗ്ദത്തം നിനക്കുണ്ടെങ്കിൽ രാജാവിന്റെ കണ്ണ് ദൈവം നിനക്ക് വേണ്ടി കെട്ടും. I'm just telling you tonight, if
if there is a promise upon you, God will blind the eyes of the king. നിന്നെ ഒരു ഓഫീസിൽ ഇരുത്തണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ രാജ്യത്തിന്റെ നിയമത്തെ ഓവർനൈറ്റ് ദൈവം മാറ്റും കേട്ടോ. If God has a plan to put you in a position, God will change the rules of a nation overnight. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. The next verse says like this. He was moved by the Spirit. ആത്മാവിനാൽ അവൻ ചലിച്ചു, നയിക്കപ്പെട്ടു. മലയാളം ബൈബിൾ പറയാ ആത്മനിയോഗത്താൽ. Yes. ദൈവമക്കളെല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ ആത്മനിയോഗത്താൽ. ആത്മനിയോഗത്താൽ. സഹോദരന്മാരെ, I know that most of you are Malayalis. Say it in the name of Jesus. ആത്മനിയോഗത്താൽ. The Bible says he was moved by the Spirit. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന മനുഷ്യനെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്തു. The man who had the Holy Spirit, now he is guided by the Holy Spirit. Moved by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനായി. എന്ന് വെച്ചാൽ അന്തോ ആ ഫിലിപ്പോസിനെ കൊണ്ടുപോയ പോലെ ഈ പ്രായമുള്ള മനുഷ്യനെ ആമേൻ സ്തോത്രം. ലൂക്കോസ് സുവിശേഷം തുടങ്ങിയപ്പോൾ റെമനന്റിനെ പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്. റെമനന്റിൽപ്പെട്ട ശേഷിപ്പിൽപ്പെട്ട 400-ൽ പരം വർഷങ്ങൾ ദൈവ സംസർഗം കേൾക്കാനില്ലായിരുന്ന ദൂത് കേൾക്കാനില്ലാതിരുന്ന സമയത്തും നീതിമാനായിരുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് എടുത്ത് ആലയത്തിൽ കൊണ്ടുപോയെന്ന്. Amen. We are talking about like in the case of Philip, as he was led into the wilderness to meet the eunuch. Here you see an older man who lived during the intertestamental period. You have seen the person who has not seen the real move, the real coming of the Holy Spirit. Now he is guided by the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കേവലം അന്യഭാഷ പറഞ്ഞ് നിർത്താനുള്ളതല്ല, നിന്നെ അത് ആത്മാവിൽ നയിക്കണം. Holy Spirit's filling is not for you to just speak in tongues, but the Spirit wants to guide you. മക്കളെ, ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ റീറൗട്ട് ചെയ്യും. You know, sometimes Holy Spirit reroute us. നമ്മളെ റീറൗട്ട് ചെയ്യും. Holy Spirit sometimes reroute us. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും ബ്രദർ. Yes, the Spirit will guide us. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും സിസ്റ്റർ. Sister, God will guide you. പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കും. He will guide you forward. മകനെ വഴി ഇതാകുന്നു. Son, this is the way. ഇതുവഴി നടക്കുക എന്ന് Walk in this. Sister, the Lord is prophesying to you tonight that the Holy Spirit will be your GPS. Come on. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ GPS ആകുന്നു. Amen. When the people of Israel were walking through the wilderness, the Spirit of God was guiding them. The kabod, the glory of God, the manifested glory of God was guiding them. അവർക്ക് റൂട്ട് വരച്ചു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് അവരെ നയിച്ചതുപോലെ ദൈവം നിന്നെ നയിക്കാൻ പോകാം. Take it in the name of Jesus. ഇതിനകത്ത് ചില തലമുറകളെ പരിശുദ്ധാത്മാവ് തൊടുക കേട്ടോ. നിങ്ങൾ മിണ്ടാതിരുന്നാൽ മിണ്ടാതിരുന്നിട്ട് പോകാം. ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിയോഗിക്കും. You know, sometimes God's people gives us commission. ദൈവത്തിന്റെ ആത്മാവ് പറയും ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. Sit down and pray. പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. Pray for your pastor. ഓർത്തോണം, അപ്പോൾ നിങ്ങളുടെ പാസ്റ്റർ ഒരു നീഡിലായിരിക്കും. Your pastor could be in need at that point. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിയോഗിക്കും, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. When your child is in school, Holy Spirit says pray for your child. അവർ ആമേൻ അവിടെ ഒരു നീഡിലായിരിക്കും. They probably be a need in school. നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ഉണ്ടാകും. When you work at home, you just feel in your heart to pray for your husband. വൈകിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ദൂത് ഞാൻ ഷെയർ ചെയ്യട്ടെ. I will share something the Holy Spirit showed me. പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ സ്പന്ദനം പോലും ആത്മാവിൽ ടാപ്പ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവ് ആയ ഒരു തലമുറ. A generation that is so sensitive to the move of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ചെറിയൊരു മൂവ് പോലും, even a little move of the Holy Spirit, ആത്മാവിൽ സെൻസ് ചെയ്യുന്ന ഒരു തലമുറ. A generation that will sense and catch it. ഇവര് മിണ്ടാതിരിക്കുന്നെങ്കിൽ ഇവർ ആരാകാനുള്ളവരാണെന്നറിയാമോ നിങ്ങൾക്ക്? So these people, young people are just closing. They are not talking much now. പരിശുദ്ധാത്മാവിനെ നീ സെൻസ് ചെയ്യാൻ പോവാണ്. Child, you are going to sense the Holy Spirit. നീ സെൻസ് ചെയ്യാൻ നിന്റെ ശരീരത്തില്. You're going to sense it in your spirit. It's not going to be a story anymore for you. അത് നിനക്കൊരു കഥയായിട്ട് മാറില്ല. നിന്റെ ശരീരത്തിൽ നിനക്ക് അനുഭവിക്കത്തക്കവണ്ണം in a very tangible way to experience. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തൊടുന്ന രാത്രിയാ brother. Tonight is the night the Spirit is going to touch you. ആസ്വദിക്കാൻ ഇരിക്കുന്ന എത്ര പേരുണ്ട്? How many of you want to taste it?
ഹല്ലേലൂയ. ഒരു ദിവസം രാവിലെ ഞാൻ ബോംബെയിലായിരിക്കുമ്പോൾ When I was in Mumbai one day, എനിക്ക് പൂനെയിൽ ഒരു ബൈബിൾ കോളേജിന്റെ ഗ്രാജുവേഷനിൽ ശുശ്രൂഷിക്കണം. I had to go minister in a graduation in Pune. തിങ്കളാഴ്ചയാണ്. Monday morning, എന്നെ വിളിച്ച പാസ്റ്റർ എന്നോട് പറഞ്ഞു, the pastor invited me, said, പാസ്റ്റർ ഏർലി മോർണിംഗിൽ എത്തിയിരിക്കണം കേട്ടോ. പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ ഭയങ്കര ബിസി ആയിരിക്കും. Pastor, you should come early morning because it's very busy highway. വരുന്ന വഴിയിൽ AGയുടെ സൂപ്രണ്ടന്റ് ആയിരിക്കുന്ന പാസ്റ്ററെ കളക്ട് ചെയ്യണം. പാസ്റ്റർ And as you come, please pick up the AG superintendent also. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. I am not able to sleep that night. ശുശ്രൂഷയോടുള്ള ടെൻഷൻ ഒന്നുമല്ല, It's not because of any tension for the എന്തോ ഒരു ministry anymore. ആത്മഭാരം, Some burden in my എന്റെ spirit. പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് ഇങ്ങനെ ഒരു നിയോഗം തരികയാണ്. I felt in my spirit, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. speak in tongues, ഇന്ന് pray in tongues. രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, Let me tell you, മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന കൃപയെ ദൈവം ഇന്ന് രാത്രി ചിലരുടെ മേൽ പകരുകയാണ്. God is pouring a spirit upon some of you that you can pray for hours in the night in tongues. ഞാനൊരു കൊച്ചു ഫെയ്ത്ത് ഹോമിൽ ജനിച്ചു വളർന്ന ആളാണ്. See, I was born and raised in a faith home. ഞാൻ ഇവിടെ നടന്ന് പാസ്റ്ററുകളെ ഹെൽപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ I was like them. I like the children who are trying to help Pastor Uncle here. എന്റെ കസിൻസ് എല്ലാം എന്നോട് പറഞ്ഞു ഇത് ചുമ്മാതെ കടപട പറയുന്ന സംഭവമാണ്. My cousins told me, man, you guys are babbling. എന്റെ മനസ്സിൽ മൊത്തം നെഗറ്റീവാണ്. I had all negative thoughts about it. ആ നെഗറ്റീവ് വെച്ചുകൊണ്ട് ഞാൻ കൊയറി പാടുന്നുണ്ട്. I was singing in the choir with the negativity. അത്ഭുതം യേശുവിൻ നാമം. You know the wonderful, marvelous name of Jesus. എന്റെ അകത്ത എക്സ്പീരിയൻസ് ഇല്ല. I don't have that experience. I didn't have. എൻകൗണ്ടർ ഇല്ല. I never had an encounter. എല്ലാവരും അന്യഭാഷ പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഡൗട്ട് ചെയ്യും. When everyone is speaking in tongues, I always look at them with doubt. ഒരു ദിവസം One day, ഞങ്ങളുടെ ചർച്ചിലെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ആത്മാവിൽ പറന്നു നടക്കുവാണ്. I saw our children were flying in the spirit in our church. മുളവനെ എന്റെ വീട്ടുപേര്, എന്റെ മുളവനയിലെ എന്റെ കസിൻസ് മുഴുവൻ ഇങ്ങനെ ആത്മാവിൽ പറന്നു നടക്കുക. All my cousins were kind of floating around in the എനിക്ക് spirit. മനസ്സിലായി ഇവര് തന്നെയല്ലേ എന്നോട് പറഞ്ഞു ഇത് കള്ളമാണ്. They are the ones who told me that this is all fraud. അവരുടെ അന്യഭാഷ പറയുന്നു. So now they are speaking in tongues. അവരുടെ പ്രവചിക്കുന്നു. They are prophesying. അവരുടെ ദർശനങ്ങളെ They കാണുന്നു. are seeing visions. എനിക്ക് മനസ്സിലായി I understood. ഞാൻ എന്തോ നഷ്ടപ്പെടുത്തുകയാണ്. I am missing something. I'm losing something great. എന്തോ വലുത് എനിക്ക് നഷ്ടപ്പെടാൻ മനസ്സിലായി. ഇത് കള്ളവാന്ന് പറഞ്ഞിട്ട് പോകാം. I can say this is all false. ഇത് നാക്കിന്റെ കുഴച്ചിലാന്ന് പറഞ്ഞിട്ട് പോകാം. This is something to do with your പക്ഷേ tongue. ഇന്ന് രാത്രി നീ ഇത് പ്രാപിച്ചില്ലെങ്കിൽ നീ എന്തോ നഷ്ടപ്പെടുത്തുകയാണ്. But if you are missing this tonight, either you are not receiving something, you are missing something great tonight. പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to pour it out. നിറയാൻ ആഗ്രഹമുണ്ടോ? But are you willing to be filled? ആ ഉപവാസ പ്രാർത്ഥനയിൽ That fasting prayer, ഇടിമിന്നൽ പോലെ ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ മേൽ like lightning, the presence of God came upon me. സിംഗിൾ ടച്ചിലാ നിൽക്കുന്നത്. I'm just standing in that single touch. അയ്യോ, നിങ്ങൾ ഊഹിക്കുന്ന പൈശാചിക മണ്ഡലത്തോടല്ല ഞങ്ങൾ DC-യിൽ പടവെട്ടുന്നത്. We are not thinking about just an ordinary demonic forces there in DC. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ നീ മെതിച്ചു You കളയും. will trample upon the snakes and the scorpions. എത്ര പേര് രാത്രി എന്റെ കൂടെ ആത്മാവിലുണ്ട്? How many of you are with me in spirit tonight? പ്രഭാതത്തിൽ 3 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. So I started 3 o'clock in the morning. അന്യഭാഷ പറയാൻ തുടങ്ങി. Just started speaking in tongues. ചെറിയ കോറസ് എന്റെ വണ്ടിക്കകത്ത് ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട്. And started playing a chorus in my vehicle. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അന്യഭാഷ പറയുകയാണ്. Started preaching in tongues. എന്നും എവിടെ പോയാലും എന്റെ ഭാര്യയാണ് എന്നെ പ്രാർത്ഥിച്ചയക്കുന്നത്. It's my wife who sent me with prayer every time I leave. She is from a TPM background. എന്റെ ഭാര്യ ഒരു TPM ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സഹോദരിയാണ്. അവൾ ആദ്യം വന്നപ്പോൾ ഒരു സ്തോത്രം മിഷനും കൊണ്ടാണ് വന്നത്. And she came to my house. She came with a stotram machine. You may be wondering what is stotram machine. So you're probably wondering what is this stotram machine. ഇപ്പോഴാണ് കോസ്കോയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കയറുന്ന, നേരത്തെ അവിടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, ടക്ക് ടക്ക് അടിക്കും, ലാസ്റ്റ് അവൻ അറിയാം എത്ര പേര് കയറിയെന്ന്. Like you go to Costco, now you just scan your card, otherwise they have something that they'll just count. 3 മണിക്ക് സഹോദരി എൻ്റെ ഭാര്യ എഴുന്നേറ്റിട്ട് സ്തോത്രം പറയാൻ തുടങ്ങും. ഈ മെഷീനകത്തിൽ 1500 സ്തോത്രം, 10000 സ്തോത്രം. എനിക്ക് IPCയിൽ ജനിച്ച എനിക്ക് ഭയങ്കര വിയറായിട്ട് തോന്നി. My wife gets up 3 o'clock in the morning. She'd begin to say sotram, 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 maybe 1500, 2000. Are you from TPM? No. You said the same slang. അവർ സ്തോത്രം പറഞ്ഞ് അങ്ങനെ ആ പാസ്റ്റർ പറഞ്ഞ ടോണിലേക്ക് കൊണ്ടുപോകും. ഞാൻ വെച്ചു ഇതെന്തൊരു ജൽപ്പനമാ. പിന്നെ എനിക്ക് മനസ്സിലായ അവിടെ സ്തോത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. I just understood that they are actually staying in that stotram. അവൾ സ്തോത്രം പറയുന്ന അവിടെ മുഖത്ത് നോക്കി അറിയാം.
നിങ്ങൾ മിണ്ടുന്നില്ല. ഓർ സ്പിരിറ്റ് ഓഫ് ജലസി, ബ്രേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അമ്മ അവളെപ്പോഴും എന്നെ വേണ്ടി പ്രാർത്ഥിച്ചു വിടുമ്പോൾ പറയും, കർത്താവേ എൻ്റെ അച്ഛൻ ഇപ്പോൾ സപ്പോസ് ഐ വാസ് ഇൻ ന്യൂയോർക്ക് ലാസ്റ്റ് വീക്ക്, എന്നോട് പറയും കർത്താവേ 6.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം അപ്പാ. എൻ്റെ അച്ഛൻ്റെ കോ സീറ്റിൽ ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ അപ്പൻ ഇറങ്ങിയിരിക്കണം. And she prayed and sent me, Lord, on the other side, the passenger side. Instead of me, Lord, you should be there with my husband. ചിലപ്പോൾ എൻ്റെ അപ്പായോട് അങ്ങ് പ്രേമം അങ്ങ് കൂടും വണ്ടിക്കകത്തില്ല. Sometimes gets very you get so attracted to the Lord. ഞാൻ വട്ടനാവും ചിലപ്പോൾ കേട്ടോ. I sometimes go crazy. ഞാൻ പറയും എൻ്റെ വൈഫ് പറഞ്ഞപ്പോൾ നീ കോ സീറ്റിൽ ഇരിക്കണമെന്ന്. Lord, my wife told me that you should be on this side. നാട്ടിലാണെങ്കിൽ ഈ കാൽ ഉപയോഗിക്കണം, ഈ കാൽ ഉപയോഗിക്കണം, കൈ ഗിയർ ഉപയോഗിക്കണം, ഇത് ഉപയോഗിക്കണം. ഇതാണെങ്കിൽ ഫ്രീ അല്ലേ. നമുക്ക് ടെസ്ല വന്നതോടെ ഇച്ചിരൂടെ ഈസിയായി. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ നീട്ടി കൊടുത്തിട്ട് പറയും, അപ്പച്ചാ hold my hands. I sometimes stretch my hands towards that seat and say, Father, hold my hand. ഉറക്കം വരുമ്പോൾ രാത്രി 12:30ക്കും 1 മണിക്കും തിരിച്ചു ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ആത്മാവിൽ പറയട്ടെ, ആ അണിപ്പാടറ്റ കരം എൻ്റെ കരത്തിൽ പിടിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. And there are times at 12 o'clock on I drive back, I have felt like the nail-pierced hands of God have touched me. Amen. അന്ന് വെളുപ്പിനെ അന്യഭാഷ പറഞ്ഞു പോകുകയാണ്. That early morning I was just speaking in tongues and driving. ബാൻഡ്രയിൽ ദൈവം നിയോഗിക്കുമ്പോൾ അതിനകത്ത് എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ബാൻഡ്രയുടെ വളവെടുത്ത് ബോംബെക്കാർ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ബാൻഡ്രയുടെ ലെഫ്റ്റ് എടുത്ത് വെളുപ്പിനെ 3:15 ആ ബാൻഡ്രയിലെ ഒരു വലിയ പാലത്തിലോട്ട് കയറുമ്പോൾ ഒരു ചെറിയ വളവാണ്. ആ വളവിൽ ഞാൻ സ്ലോയിൽ വണ്ടി എടുക്കുമ്പോൾ ഭീമാകാരനായ ഒരു മനുഷ്യൻ ഒരു ഇരുമ്പ് ദണ്ഡുമായി എൻ്റെ കാറിന് അടിക്കാൻ വരികയാണ്. And I was actually in Mumbai. Those of you from Mumbai understand the Bandra turn. I was slowly turning, and there was this big, heavy man with a rod in his hand there to come to just beat on my vehicle. അടുത്ത സെക്കൻഡിൽ അടി പൊട്ടും കേട്ടോ. And in the next moment, he's definitely going to break the glass. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. I was just watching. സ്റ്റേജിൽ ഇത്രയും ആമേൻ ഭയങ്കര ശക്തമായി പ്രസംഗിക്കുന്ന ഞാൻ സ്റ്റക്കായി പോയി. I was stuck for a moment. ആമേൻ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എന്തുവാ ചിരിക്കണോ കരയണോ എന്ന് അറിയത്തില്ല. I was frozen, didn't know whether to cry or to laugh. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. But I understood one thing. അവനെ അടിക്കാൻ പറ്റാതെ ആരോ അവനെ പുള്ളി ചെയ്തു. And he couldn't hit because somebody was pulling him ആരോ ആ back. ബലിഷ്ഠനായ മനുഷ്യനെ പിടിച്ചങ്ങ് മാറ്റി വിട്ടു. Something pulled that powerful man. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും നേരം അന്യഭാഷ പറയിപ്പിച്ചത് ഒരു നിയോഗമായിരുന്നു. I felt like, for all this time that I was speaking in tongues and praising God, it was for a purpose. കർത്താവ് വെറുതെ പ്രാർത്ഥന മുറിയിൽ കേട്ടത്തില്ല. God will not simply listen to you in your prayer. ഒഴിച്ചു വിടാനാ നിന്നെ നിയോഗിക്കുന്നത്. God is giving you a commission so that you avoid something. തലമുറയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ ഒഴിച്ചു വിടുന്ന പ്രാർത്ഥനകൾ. It is avoid certain accidents in your child's ചില life. മരണത്തിന്റെ കയ്പുകളെ മരണത്തിന്റെ പുതപ്പുകളെ മാറ്റി വിടുന്ന പ്രാർത്ഥനകൾ. Just to remove the blanket of death over you. ഇന്നു രാത്രി പുറത്തെടുക്കുന്ന അഭിഷക്തന്മാർ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ ഈ സംഭവമേ മറന്നുപോയി. I forgot this incident just completely. ഗ്രാജുവേഷൻ കഴിഞ്ഞു. Graduation was over. രാത്രിയിൽ ക്ഷീണിച്ചു വീട്ടിലെത്തി. And I was coming back very tired. ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ആരോഗ്യമില്ല. I didn't have much energy left to stay long to pray. ബോംബെയിലെ ട്രാഫിക്കാണ്. Just the Mumbai traffic. ഞാൻ കിടക്കാൻ നേരം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കിടക്കാൻ നേരം കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. And I was about to go to sleep when God showed me a vision. വേറെ ഒന്നുമല്ല. Nothing else. ഒരു ഇരുമ്പ് ദണ്ഡന്റെ കാറിൽ അടിക്കാൻ വരികയാ. Here's somebody coming with an iron rod to hit my car. ഞാനൊരു ശബ്ദം കേട്ടു. I heard a voice. എൻ്റെ കരമത്രേ നിന്നെ വിടുവിച്ചത്. It was my hand that delivered you. നീ നന്ദി പറയാൻ മറന്നുപോയി കേട്ടോ. I forgot to say thank you to the Lord. ഞാൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ്. I just suddenly jumped off from my bed. ഞാൻ പിക്ക് ചെയ്യേണ്ട ഒരു പാസ്റ്ററിന്റെ വീടിനടുത്താണ്. The pastor that I picked up was just close by. അദ്ദേഹത്തിന് AGയുടെ സൂപ്രണ്ടന്റ് ആണ് അന്ന്. He was the AG superintendent back then. അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എനിക്ക്. I told him, Pastor, an incident took place this morning. ഞാൻ പാസ്റ്ററോട് പറയാൻ മറന്നുപോയി. I forgot to share that with you today. എന്നോട് അദ്ദേഹം പറഞ്ഞു, കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? You know what he told me? പാസ്റ്റർ ദൈവമാണ് നിങ്ങളെ വിടുവിച്ചത്. It was God who delivered you. അതൊരു മനുഷ്യനല്ല. Not just one man. അതൊരു ഗ്യാങ് ആണ്. It was a group. It was a gang. അവൻ നിന്റെ വണ്ടിയിൽ അടിക്കും. You would hit your car. നിന്റെ ഗ്ലാസ് പൊട്ടും. Your glass will be broken. നീ ഇടിക്കും എവിടെങ്കിലും കൊണ്ടുപോയി. And you'll go hit somewhere. അവർ രക്ഷകരായി വരും. They come as saviors. അവരുടെ ഇഷ്ടമുള്ള അവരുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. They have their own hospital. അവരും ഗ്യാങ് ആണ്. That is also a gang. നിന്റെ ഡെഡ് ബോഡി കിട്ടും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും. They'll give the dead body to wife and children. അകത്ത് കിഡ്നിയും ഹാർട്ടും ഒന്നും ഉണ്ടാവത്തില്ല. But you won't have any heart or kidney left. അവർ വിചാരിക്കും നീ ഉറങ്ങിപ്പോയി ഇടിച്ചതാന്ന്. They probably, everybody say you probably slept and went into accident. നിന്റെ വണ്ടിയിലുള്ളത് മുഴുവൻ ലൂട്ട് ചെയ്യും.
They probably loot everything from your vehicle. ഓ, ഞാൻ കർത്താവിനോട് നന്ദി പറഞ്ഞു. I thank the Lord. ആത്മനിയോഗത്തിന് വിലയുണ്ടോ? Just imagine when God's Spirit commissions or says something to you, it is valuable. ആത്മനിയോഗത്തിന് വിലയുണ്ടോ? When God sends you something, God gives an instruction, it is valuable. ആത്മനിയോഗത്തിന് വിലയുണ്ടോ? Do you think there is value to it? ആത്മനിയോഗത്തിന് വിലയുണ്ടോ? Is there value to God's direction? ആത്മാവിൽ ചലിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. Let a generation moved by the Spirit of God rise up. പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുന്ന ഒരു തലമുറ A എഴുന്നേൽക്കട്ടെ. generation that will obey the Holy Spirit's instructions. ബുദ്ധിയുടെ പ്രമാണങ്ങൾ തകർക്കപ്പെടട്ടെ. I pray that any move of our intellect be destroyed. ഈ സഭ ആത്മാവിന്റെ പ്രദർശനശാലയായി മാറട്ടെ. I pray that our church will become a display of God's power. പാട്ടിൽ മാത്രമല്ല ഇവിടെ മുടന്തന്മാർ എഴുന്നേറ്റ് നടക്കട്ടെ. Not only just singing, but we want to see lame walk in. അവൻ ഇതുവരെ ആലയത്തിന്റെ മനോഹരത്വം കാണാത്തവൻ തുള്ളിച്ചാടി ആലയത്തിൽ കയറട്ടെ. I pray that people will see the beauty of the Oh, temple come on. and come inside dancing. Come on, shout it, Hallelujah. shout it out. പ്രവചിച്ചു, ആത്മാവിൽ പ്രവചിച്ചു. Hallelujah. പ്രവദിനി ഘടകധര ഘടക ശാന്തല പ്രവന ഘടകധരിയ റഖീന ശചലെ പ്രബന്ധന ദിഗൽഖനാദിയ റസ്ത പ്രവന ഹംദിൽ ഘടകധന പ്രവേല ഗക്ഷരതിരി ലവർധന സന്തനാദന. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, സ്പിരിറ്റ് ഓഫ് ബാരൻനെസ്സിനെ സഭയ്ക്കകത്തും ദൈവം ഉടച്ചു കളയുകയാണ്. Hallelujah. The Lord is telling his spirit of barrenness is going to be removed from this church. Spirit of barrenness. വന്ധ്യതയുടെ ആത്മാവിനെ, Spirit of barrenness. വന്ധ്യതയുടെ ആത്മാവിനെ Get out from this church. Get out from this church. Amen. Get out from this church. Get out from this church. Get out from this church. യേശുവിന്റെ അമ്മയും അപ്പനും കുഞ്ഞിനെ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നതുപോലെ ഇവിടെ മക്കളില്ലാത്ത ചിലർ ഈ സാങ്ച്വറിക്കകത്ത് ഫ്ലാനലിനകത്ത് പൊതിഞ്ഞ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. ഈ കർത്തൃഭൃത്യൻ അവരെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. Come on, church. Hallelujah. I'm seeing in my spirit couples who do not have children wrapping up their newborns in blankets and coming here for the man of God to dedicate them. ആത്മനിയോഗത്താൽ അവൻ ആലയത്തിൽ ചെന്നു. Moved by the Holy Spirit, he went to the temple. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുവന്നപ്പോൾ അവൻ അവനെ കൈകളിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. And the parents brought Jesus Christ into the temple to perform things according to the customs of the law. He took him up by his hand, in his arms. അപ്പച്ചൻ വീട്ടിൽ എവിടെയോ ഇരിക്കുവാണ്. The father, this old man, is sitting somewhere in the corner of a house. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. He's just praying. പരിശുദ്ധാത്മ പറഞ്ഞു ആലയത്തിലേക്ക് പോവാ. Holy Spirit said, go to the temple. ആലയത്തിലേക്ക് പോക. Go to the temple. ആലയത്തിലേക്ക് പോക. Go to the temple. എഴുന്നേറ്റു നിയോഗത്തോടെ. Now he got up. ആ കാല് ചലിക്കാൻ തുടങ്ങി. His feet started moving. ആത്മാവിൽ ചലിക്കുന്നവന് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. And if you are moving in the spirit, there's a heaven that's going to be moving for you. ആത്മാവിൽ ചലിക്കുന്നതിന് വേണ്ടി ചലിക്കുന്ന ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. There's a divine timing that will be moving for you also. ഫിലിപ്പോസ് ഉണർവിന്റെ നടുവിൽ നിൽക്കുകയാണ്. Philip is actually in the middle of a great revival in Samaria. ആയിരങ്ങളെ സ്നാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക. He's baptizing thousands of people. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഗസയ്ക്ക് പോകാൻ. Now Holy Spirit told Philip, go to Gaza. നിയോഗമാ. It's an appointment by the Holy Spirit. ഫിലിപ്പോസിന് വേണേ പറയാം അവിടെ പോയി ആരെ സ്നാനപ്പെടുത്താനാ? Hello Lord, why are you asking me to go there? Who is there to baptize? ഇവിടെ ഉണർവുണ്ടല്ലോ. There's a great revival ഇവിടെ here. സ്നാനം നടക്കുന്നുണ്ടല്ലോ. There's baptism taking place here. ഫിലിപ്പോസിന്റെ കാൽ ഇവിടുന്ന് ചലിക്കാൻ തുടങ്ങിയപ്പോൾ As the spirit, his feet started moving from there. അപ്പുറത്തുനിന്ന് ഒരു രഥം ഉരുളാൻ തുടങ്ങി. But on the other side, there's a chariot start rolling this direction. അവർ കണ്ടുമുട്ടുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. There's a timing and they both are going to meet. ആമേൻ. ആ പ്രായമായ മനുഷ്യൻ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ആലയത്തിൽ ചെല്ലുമ്പോൾ ആമേൻ ആ സെയിം ടൈമിൽ യേശുവിന്റെ അമ്മയും അപ്പനും അവിടെ വന്നു. ഞാൻ ആത്മാവിന്റെ ഒരു ദൂത് പറയട്ടെ. If you miss the timing of the Holy Ghost, you will miss something great. ദൈവത്തിന്റെ നിയോഗത്തെ നീ വിട്ടുപോയാൽ, ദൈവത്തിന്റെ നിയോഗത്തെ നീ സ്ലോ ആക്കിയാൽ, ദൈവത്തിന്റെ നിയോഗത്തെ നീ അനുസരിക്കാതിരുന്നാൽ നിന്റെ വാഗ്ദത്തം നഷ്ടപ്പെടും കേട്ടോ. Hallelujah. As the parents of Jesus were bringing Jesus to the temple, at the same time, the man of God, the old man, was also moved by the Holy Spirit. And they both met at the right place at the right time. And if you really miss the timing of the Holy Spirit, you will miss everything. You will miss all the blessings. ആത്മനിയോഗത്തിൽ ചലിക്കുന്നവന് വേണ്ടി Person who is moving by the
commission or the instruction of the Holy Spirit. ബ്രദർ, ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. Brother, there's a divine timing for you. സമയത്തിന് രണ്ട് വാക്കാണുള്ളത്. There are two terms for time. ഒന്ന് ക്രോണോസ് എന്നാണ്. One is called chronos. പറഞ്ഞേ ക്രോണോസ്. Chronos. അതിൽ നിന്ന് ക്രോണോളജി ഉണ്ടായത്. No chronology and That's natural time. That's natural time. ഒരു കുഞ്ഞ് വളരണമെങ്കിൽ If a child were to be born, to be raised, 9 മാസം ഉണ്ടാകണം. 9 months it should be inside mother's womb. അത്തി തളിർക്കണമെങ്കിൽ അതേപോലെ 9 മാസം വേണമെന്നാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. I also read that if a fig tree to be blossom, it probably takes almost 9 months. അത് നാച്ചുറൽ ടൈമിംഗ് ആണ്. It's a natural timing. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നടക്കുന്നവനെ കൈറോസ് ആണ്. But one who is moving according to the guidance of the Holy Spirit, inspiration of the Holy Spirit, you live in another timing called Kairos. Amen. Kairosന്റെ പ്രത്യേകത supernatural timing ആണ്. Because it's a supernatural timing. ഒന്ന് പറഞ്ഞേ supernatural timing. Come on, say supernatural timing. കൈറോസിൽ നടക്കുന്നവൻ supernatural timing ആണ്. If you walk in Kairos, you are walking in supernatural time zone. ആ സമയത്ത് ചലിച്ചവനാണ് ഏലിയാവ്. Elijah walked in that timing. മിടുക്കന്റെ കുതിര അവിടെ എത്തുന്നതിന് മുമ്പ് ഏലിയാവിനെ ദൈവം അവിടെ എത്തിച്ചു. And before the smart man's chariots gets there, Holy Spirit got Elijah to that place. ആ ഡിവൈൻ ടൈമിംഗിൽ പോയവനാണ് ഫിലിപ്പോസ്. Philip actually went in that timing. പരിശുദ്ധാത്മാവ് പൊക്കിയെടുത്ത് ഗസയിൽ കൊണ്ട് നിർത്തി. And Holy Spirit took him and got him to Gaza. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? Can you believe tonight? ഡിവൈൻ ടൈമിംഗ്. ഒരു ദൈവിക സമയം. മോശയ്ക്കെതിരെ പിറുപിറുപ്പുണ്ടായപ്പോൾ, ലീഡർഷിപ്പിനെതിരെ പിറുപിറുപ്പുണ്ടായപ്പോൾ, there was murmuring against Moses and murmuring against the leadership. മോശ ചെയ്ത ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു. He went and prostrated before the presence of തമ്പുരാൻ ഒരു God. ദൂത് പറഞ്ഞു, നീ 12 വടി എടുക്കണം. And Holy Spirit told him, God told him to take 12 sticks. ഓരോ വടിയിലും നീ ഓരോ ഗോത്രത്തിന്റെ പേരെഴുതണം. And on each stick you should write the names of each tribe. അന്ന് രാത്രി മോശയപ്പച്ചൻ ഉറങ്ങി കാണത്തില്ല. I don't think Moses slept that night. പ്രാതത്തിൽ എഴുന്നേറ്റ് കൂടാരത്തിൽ ചെല്ലുമ്പോ, Morning he got up, went to the tent. അന്നു രാത്രിയിൽ ഇരുന്ന വടിയുണ്ടല്ലോ, 11 മിണ്ടാതിരുന്ന് നിങ്ങളെപ്പോലെ ചിലരെ പോലെ ഇരുന്നത് പോലെ 12 വടിയിൽ 11 വെറുതെ ഉണങ്ങിയിരുന്നു. പക്ഷെ അതിനകത്ത് തെരഞ്ഞെടുത്തവന്റെ വടിത പൂത്ത് ബദാം കായ്ച്ചിരിക്കുന്നു. When he went in the morning, that one of them actually was budded, and all the 11 was silent. Amen. Pastor, thank you so much for running with me in the spirit. Overnight ദൈവം അത് ചെയ്തെന്ന്. God did this overnight. Overnight ദൈവം അത് ചെയ്തു. God did that overnight. അതൊരു സാക്ഷ്യമായിരുന്നു. It was a testimony. അതൊരു തെളിവായിരുന്നു. It was an evidence. ബാക്കി 11 അനങ്ങാതിരിക്കട്ടെ. All the 11 are kept silent. ദൈവം തെരഞ്ഞെടുത്ത നീ തളിർക്കും. You who are guided, who are selected by the Lord, you would ദൈവം bud. തെരഞ്ഞെടുത്ത നീ പൂക്കും. That you would bud. നീ കായ്ക്കും കേട്ടോ. You will bear fruit. വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. I thank God for those who believe കാരണം it. നിനക്ക് വേണ്ടി ചലിക്കുന്നത് നാച്ചുറൽ ടൈമിംഗ് അല്ല. You're not moving in Come on, natural church, put your timing. hands together and worship the Lord for some time. Come on. Rabala katala raba shemana dalagadagadaaba lamthara badagadaga shamtharadara. Naturally even കായ്ക്കത്തില്ല, naturally even പൂക്കത്തില്ല, naturally even തളിർക്കത്തില്ല. കാരണം മേളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനില്ല, താഴെ വളരാൻ മണ്ണില്ല. എന്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചു, ഫോട്ടോസിന്തസിസ് നടക്കാതെ വളരത്തില്ലെന്ന്. പക്ഷെ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവം തെരഞ്ഞെടുത്ത നീ വളരും. Amen. My teachers told me in my science class, without photosynthesis, there will not be any growth. You're not receiving the sun from the top or soil. You're not touching the soil anywhere. But if you are selected by the Holy Spirit of God or God Almighty, you will bud and you will bear fruit. എന്നെ സയൻസ് പഠിപ്പിച്ച ടീച്ചറിനെ കണ്ട ഞാൻ ഇപ്പൊ പറയും, മാഡം, I could sense one thing. ഫോട്ടോസിന്തസിസ് നടക്കാതെ വളർത്താൻ കഴിയുന്ന ഒന്നുണ്ട്, അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. I could probably tell my teacher there is something else that can do supernaturally. That is a presence of God. ദൈവ സാന്നിധ്യത്തിനകത്ത് നീ തളിർക്കും. You will bud in the presence of ദൈവ God. സാന്നിധ്യത്തിനകത്ത് നീ പൂക്കും. And you will bear fruit. Amen. Number 1 is timing. Number 2, the Lord told me, see, ഇത്രയും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോ ഈ കുഞ്ഞിനെ എങ്ങനെ ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു? So all the children are brought to the temple. Every day parents bring their children. How did he recognize which child is this promised child? ആത്മാവിൽ ചലിക്കപ്പെടുന്നവനൊരു ഡിസേൺമെന്റ് ഉണ്ട്.
So if you are moving in the spirit, God gives you a discernment. അന്യഭാഷ പറയുന്നത് നല്ലതാണ്, It's good to speak in tongues, പ്രവചിക്കുന്നത് നല്ലതാണ്. good to prophesy, IPC ഒർലാൻഡോയിൽ ഇപ്പോൾ ദൈവം പകരുന്നത് സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ് ആണ്. but the Holy Spirit is pouring upon IPC Orlando a spirit of discernment. ഒരാള് ആത്മാവിൽ ഒരാൾ വാ തുറക്കുമ്പോൾ അത് ഏത് ആത്മാവിലാന്ന് കമാൻ ആത്മാവിൽ സെൻസ് ചെയ്യാനുള്ള When somebody opens their mouth, you immediately recognize what spirit is actually moving in this ഏത് person. സോഴ്സിൽ നിന്നാ ഇത് വരുന്നതെന്ന് അറിയാൻ You will understand which source this is coming. അങ്ങനെ ഒരു റിവൈവലിനകത്ത് പൊട്ടി പുറപ്പെടുകയാണ്. I believe that there's going to be a revival of discernment in this place. സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ് ഈ അപ്പച്ചന്റെ മേലുണ്ടായിരുന്നു. And this man Simeon had spirit of discernment upon him. ഈ അപ്പച്ചൻ ആലയത്തിൽ പോയിരിക്കുക. So he is sitting in the temple waiting. വീട്ടിലിരുന്ന അപ്പച്ചൻ ആലയത്തിൽ ഇരിക്കുക. Now he is sitting in the temple. നോക്കിയപ്പോൾ ദൂരെ നിന്ന് ഒരു പാവപ്പെട്ട കുടുംബം വരുന്നുണ്ട്. And he looked up, he saw a poor family is coming. വേറെ ന്യായാധിപൻ വേറെ പ്രീസ്റ്റ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. There were other priests sitting in the temple. അവിടെ ഒരു ആരാധന നടക്കുന്നുണ്ട്. There's probably worship going on. പക്ഷെ അവരെ തിരിച്ചറിയാൻ പറ്റിയില്ല. But those they couldn't recognize the couple. കാരണം എന്തെന്നറിയാമോ? You know the reason? അവർ യേശുവിനെ എക്സ്പെക്ട് ചെയ്തു വേറെ പാക്കേജിലാണ്. Because they were expecting Jesus in another package. കർത്താവിനെ കൊണ്ടുവരുന്നത് വേറെ പാക്കേജിലുമാണ്. They are probably now Jesus is brought to the temple in another package now. യേശുവിനെ കൊണ്ട് അപ്പയും അമ്മയും കേറി വന്നപ്പോൾ When the parents brought Jesus to the temple, ആത്മാവിൽ ആലയത്തിലേക്ക് നിയോഗത്താൽ നടത്തപ്പെട്ട മനുഷ്യന്റെ അകത്തൊരു പെടപ്പുണ്ടായി. the man who was led into the temple by the Holy Spirit, he felt something deep inside, a vibration inside of his spirit. അഭിഷേകം ചുമക്കുന്ന ചില ദൈവദാസന്മാരുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം. And those are people who are carrying anointing. When you go near them, you kind of sense something going on. അവർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് പറയും കർത്താവേ പ്രസംഗം നിർത്തല്ലേ എന്ന്. And when they begin to preach, you would sit there and say, Lord, let them not stop preaching. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ആത്മാവിലെ? Are you all with me tonight? നിങ്ങൾ എൻ്റെ കൂടെ ആത്മാവിലുണ്ടോ? Are you all with me tonight in spirit? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Say a hallelujah. ഉറക്കെ കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. Just give him praise tonight. ഈ കുഞ്ഞിനെ എങ്ങനെ തിരിച്ചറിഞ്ഞു? How did he recognize the child? എൻ്റെ മൂത്ത മോളെ ജനിച്ചപ്പം നാട്ടിലാണ്. The child was born in Kerala. ആദ്യം നേഴ്സ് വന്നിട്ട് പറഞ്ഞു, The nurse came and told, ബിജി ജെയിംസിന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ. B.G. James's husband is here. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. I was outside praying. എന്നോട് പറഞ്ഞു നിനക്ക് ആൺകൊച്ചാണ്. You have a male child. അപ്പം ഇവിടുത്തെ പോലെ റിവീൽ ചെയ്യത്തില്ല നേരത്തെ. അതുകൊണ്ട് നാട്ടിലെ ഞാൻ ഇങ്ങനെ എക്സ്പെക്റ്റൻ്റ് ആണ്. ഏത് കൊച്ചാണ്? ഞാൻ വെച്ച് കർത്താവേ എൻ്റെ കൂടെ വണ്ടി ഓടിക്കാൻ എൻ്റെ കൂടെ ശുശ്രൂഷിക്കാൻ വരാനോ ആ കൊച്ചിനെ കിട്ടിയല്ലോ. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് ദാറ്റ് സെയിം നേഴ്സ് കെയിം ഔട്ട് ആൻഡ് സോൾ ഐ എം സോ സോറി ദാറ്റ് വാസ് അനദർ ബിജി, നിനക്ക് പെങ്കൊച്ചാണ്. Well, first this nurse came and told me, they called my name and said, B.G. James's husband here, yes, you have a male child. But after some time, the same nurse came back and said, I'm sorry, it was a mistake. It was another B.G. James, and you have a female child. ആ കൊച്ചിനെ എൻ്റെ കൈ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. When they brought the infant to my hand, I kind of looked at it intently. നിറമുണ്ടോ എൻ്റെ ഷേപ്പ് ഉണ്ടോ? Well, she looks like me or somebody, my wife. ഇവിടെ ആയിരുന്നു സൂ ചെയ്യായിരുന്നല്ലേ? അവിടെ സൂ ചെയ്യാൻ പറ്റത്തില്ല, സൂ പോയി കാണാനേ പറ്റത്താളാ. ഹല്ലേലൂയ. പക്ഷേ ആമേൻ, ഓരോ വളർച്ചാഘട്ടത്തിൽ ഞാൻ അവളെ നോക്കും, ഇത് എൻ്റെ കൊച്ചു തന്നെയാണോ? സോ ഐ ആം കിഡിങ്. ഓക്കെ കമാ. അവൾ ഓരോ കുരുത്തക്കേട് കാണിക്കുമ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറയും ഉറപ്പിച്ചാ. And I can ask this question, is she really my child? When she does something mischievous, my wife would turn to me and said, yes, surely she indeed is your child. ന്യൂ ബോൺ ബേബീസിനെ 10 എണ്ണത്തെ കൊണ്ട് നിരത്തി കിടത്തിയിട്ട് നിങ്ങളുടെ കൊച്ചിനെ എടുക്കാൻ പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് കയ്യിൽ ഈ ബാൻഡ് കിട്ടുന്നത്. So when they have all the newborns laid there, it's very difficult for you to pick up which one is your child. That's the reason you have the wristband on the newborns. നിയോഗത്തിൽ നടത്തപ്പെടുന്നവനകത്ത് സെൻസ് ചെയ്ത്. One who is led by the Spirit of God, he feels that sensation deep inside. കാത്തിരിക്കുക. He's waiting. കാത്തിരിക്കുക. He's waiting. കാത്തിരിക്കുക. Waiting. മോടെ കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുക. Waiting for the marriage of a child. മോന്റെ കല്യാണം നടക്കാൻ കാത്തിരിക്കുക. Waiting for the son's marriage. കുഞ്ഞിനൊരു കുഞ്ഞുണ്ടാവാൻ കാത്തിരിക്കുക. Waiting for your child to have a grandchild. പക്ഷേ അകത്ത് സെൻസ് ഉണ്ടായി. But you felt in a sense in your heart. എന്തോ നടക്കാൻ പോവാണ്. Something is about to happen. എൻ്റെ വീട് ഒരു ബാങ്ക്വറ്റ് ഹാൾ ആകാൻ പോവുകയാണ്. My home is going to be a banquet hall. എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ പോവുകയാണ്. Oh, you're going to cry of an infant in my home. അകത്തൊരു തുടിപ്പുണ്ടോ ഇന്ന് രാത്രി? Something, there's a jumping inside of your spirit. Something is bubbling up in your heart. നിങ്ങളുടെ അകത്ത് എന്തെങ്കിലും ഒന്ന് പിടയ്ക്കുന്നുണ്ടോ? Is there anything bubbling in your heart tonight? ഒരു പ്രവാചകനും ദൂത് പറയേണ്ട, അത് ദൈവത്തിന്റെ നിയോഗമാണ്. Oh, no prophet needs to speak
speak to you, it is the appointed time of God. ആമേൻ. വാഗ്ദത്തം നിന്റെ വീട്ടിൽ കയറാൻ സമയമായി. It's time for the promise to enter into your home. ആ വാഗ്ദത്തത്തെ നീ തൊടാൻ സമയമായി. It's time to touch the promise of God. വാഗ്ദത്തത്തെ നീ കാണാൻ സമയമായി. It's time to see the promise of God. ചുമ്മാതല്ല നിന്നെ മരണം കാണാതെ മറച്ചത്. There's no wonder why you are ahead without seeing death. നീ കാത്തിരുന്നവനാണ്. Because you waited for this. ചരിത്രകാരന്മാർ പറയുന്നത്, Historian says, ഈ മനുഷ്യൻ ഒരു പ്രീസ്റ്റ് അല്ല കേട്ടോ. this man was not a priest. അദ്ദേഹം ഒരു പ്രീസ്റ്റ്ഹുഡ് ഫാമിലി ജനിച്ചതായിട്ട് ദൈവവചനം പറയുന്നില്ല. Doesn't say that he was born in a priestly family. ഒരു കാര്യം എനിക്കറിയാം. But I know one thing. അദ്ദേഹം ഒരു സ്ക്രൈബ് ആയിരുന്നു. He probably was a scribe. ശാസ്ത്രിയായിരുന്നു. He was a scribe. ദൈവവചനം എഴുതുന്ന ജോലിയായിരുന്നു. His job was just copy the scriptures. കോപ്പി ചെയ്യുക, പകർത്തി എഴുതുക. Yes, he used to copy scriptures. എവിടെയോ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. I read somewhere, remember. യെശയ്യാപ്രവചനം ഈ മനുഷ്യൻ ഇങ്ങനെ പകർത്തി എഴുതുമ്പോൾ But he was probably copying the book of Isaiah. കന്യക ഗർഭിണി ധരിച്ചൊരു മകനെ പ്രസവിക്കും. The virgin will bear a child. അവൻ ഇമ്മാനുവേൽ എന്ന He പേര്. shall be called Emmanuel. ആ എഴുത്തുപകരണം ആ മനുഷ്യൻ താഴെ വെച്ചെന്ന്. And probably he put the pen down. ആ മനുഷ്യൻ താഴെ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇവനെ കാണണം. And he probably said, I want to see this man. വചനത്തിൽ അതില്ല കേട്ടോ. It's not in the scripture. പോകുമ്പോ എന്നോട് ചോദിക്കരുത് എവിടെയാ ആശ്രയം. Don't ask me where it is. പക്ഷേ ഞാൻ ആത്മാവിൽ പറയട്ടെ, Let me say it. ഞാൻ അതിനെ വിശ്വസിക്കുന്നു. I just believe that. അന്ന് പരിശുദ്ധാത്മാവ് റൂമിൽ ഇറങ്ങി കാണും. Maybe Holy Spirit must have descended to that room. പരിശുദ്ധാത്മാവ് മനുഷ്യനോട് പറഞ്ഞു, Holy Spirit probably said to him, until you see that Christ, until you touch that Christ, until you see that Christ, until you carry that Christ, death cannot see you, devil cannot touch you, no weapon that formed against you shall prosper. നീ മരിക്കത്തില്ല. You won't die. നീ മരിക്കത്തില്ല. You won't die. നീ മരിക്കത്തില്ല. You won't die. നീ ആ വാഗ്ദത്തം തൊടും. You will touch that നീ ആ stuff. വാഗ്ദത്തം കാണും. You will see the നീ ആ promise. വാഗ്ദത്തത്തിൽ ജീവിക്കണം. You will live in that promise. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ Mighty name of Jesus. ഇതിനകത്ത് ചിലരെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ദൈവം. God has made some of you sit here tonight. താമസിക്കുന്ന അപ്പച്ചന്മാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. I've heard the old men, Apachan says, father says, താമസിച്ചാൽ ദൈവം ഡബിൾ തരുമെന്ന്. God, if you wait, God will give you double. Amen. I too believe it. ഞാനതോടെ വിശ്വസിക്കുന്നുള്ളൂ. ഇരട്ടി തരുമെന്ന്. God will give you double. ഈ ശാസ്ത്രീയ മനുഷ്യനെ കൊണ്ട് ദൈവം ഇരട്ടി അയച്ചു. And God has actually blessed this scribe man. He kind of doubled it. അതേ ഒരു പ്രീസ്റ്റ് അല്ലായിരുന്നെങ്കിലും Though he was not a priest, യേശുവിനെ കയ്യിലെടുത്തു. he took the child in his arms. Where is the worship table? You disappeared. Monada Chick-fil-A മേടിച്ചിട്ട് നീ ഓടിയോ? Where are you? Come on. I love to hear the music. Come on. അദ്ദേഹം ആരാധിക്കാൻ തുടങ്ങി. He started worshiping. വാഗ്ദത്തം കിട്ടിയവൻ ആരാധിക്കും. The one who received the promise will worship. ഹന്നയാണേലും ആരാധിക്കും. Even if you're alone, you'll worship. അത് മറിയാണേലും Or ആരാധിക്കും. it's Hannah you worship, it's Mary you worship. Come on church. അതിന് മ്യൂസിക് സ്കൂളിൽ പോണമെന്നില്ലല്ലോ. You don't have to go to music school for that. Come on, ശിമയി ആരാധിക്കാൻ തുടങ്ങി. Simeon started worshiping. അവൻ യേശുവിനെ കരങ്ങളിൽ എടുത്തപ്പോൾ ആരാധിക്കാൻ തുടങ്ങി. And he took Christ in his hands, started worshiping God. കൊച്ചുകാലുമുള്ള യേശുവിനെ കൈ കിട്ടിയപ്പോൾ ആ മനുഷ്യൻ വർഷിപ്പ് ലീഡർ ആയിരുന്നു. And when he received the child, he became a worship leader. Come on, you are carrying that Christ with you. The one who is in you is greater than in the world. നിന്റെ അകത്തിരിക്കുന്ന യേശു നിന്റെ സെനറ്ററിനേക്കാൾ വലിയവനാണ്. നിന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റിനേക്കാൾ വലിയവനാണ്. അവിടുന്ന് രാജാതി രാജാവാണ്. അവിടുന്ന് കർത്താതി കർത്താവാണ്. അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യനാണ്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ come on, കരമൊന്നടിച്ച് ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചേ. അവിടുന്ന് മാത്രം he alone is worthy to be praised. The Lord inside of you is greater than all his authorities, senators, presidents. Hallelujah. Come on, give him worship tonight. He dedicated that baby Jesus. യേശുവിനെ സമർപ്പിച്ചു. He dedicated baby Jesus. അവിടം കൊണ്ട് ശുശ്രൂഷ തീർന്നില്ല. Ministry did not end there. എന്നോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയാൻ പറയുന്നു. Holy Spirit is just compelling you to say something. ഒരു ഉണർവ് അമേരിക്കയിൽ നടക്കാൻ പോവാ. A revival is going to take place in the United States. അത് ഒർലാൻഡോയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടട്ടെ. I pray that let it start from Orlando. ആ നദി
ആമേൻ. ഈ സംസ്ഥാനങ്ങളെല്ലാം കവിഞ്ഞൊഴുകി അത് DC-യിലേക്ക് ഒഴുകട്ടെ. I pray let it flow into DC. ഒരു ദിവസം നിങ്ങൾ വിളിച്ചിട്ട് പറയും, പാസ്റ്റർ ജെയിംസ്, ഞങ്ങളുടെ സഭയിൽ ഒരു ഉണർവ് ആരംഭിച്ചിട്ടുണ്ട്. And you probably call me up and say, Pastor James, a revival is actually broken out in our church. ടൊപ്പേക്കാൽ ചെയ്തെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും. God can do that in Topeka. Why not here? കാലിഫോർണിയയിൽ ചെയ്തെങ്കിൽ ഇവിടെ ചെയ്യാൻ God പറ്റും. can do this in California. Why not here? സെയ്മൂറിലൂടെ ചെയ്തെങ്കിൽ ഇവിടെ ചെയ്യാൻ God പറ്റും. can do it through William Seymour. Then why not through us? എത്ര പേര് അതിനു വേണ്ടി How many ദാഹിക്കുന്നുണ്ട്? of you desire and thirst for it? എന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, Spirit is speaking to me. ആത്മദാഹമില്ലാത്ത, ആത്മാവിനോട് സെൻസിറ്റീവ് അല്ലാത്ത ഒരു ഗ്രൂപ്പിനെ, ഒരു തലമുറയെ ദൈവം ഇങ്ങനെ അങ്ങ് മാറ്റിക്കളയും. Those who are not hungry for or thirsty for the move of the Holy Spirit, God is going to remove that generation. അതിനു പകരമായി ആത്മസാന്നിധ്യത്തിൽ ചലിക്കുന്ന ഒരു തലമുറയെ ദൈവം ഇങ്ങനെ എഴുന്നേൽപ്പിച്ചു നിർത്തും. So instead of them, God is going to raise up a generation that will move in the Spirit of God. അവരുടെ മുന്നിൽ ഡോക്ടർ സോ ആൻഡ് സോ എന്ന് കാണത്തില്ലെന്ന് വെളിപ്പാടിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അവരുടെ കൂടെ 8 വർഷം ഞാൻ സെമിനാരി പഠിച്ചവനാ. 8 വർഷം ഞാൻ അതിനെ തള്ളിപ്പറയല്ല. അവരുടെ കൂടെ MTHന്റെ ഖനം കാണില്ല, അവരുടെ കൂടെ സർട്ടിഫിക്കറ്റിന്റെ ബലം കാണത്തില്ല. പക്ഷെ അവന്റെ കൂടെ ചലിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ കമാൻ കർത്താവിന്റെ ആത്മാവിനോട് പറയാൻ പറയുന്നു, ഞങ്ങൾ 2 ദൈവദാസന്മാരാണ്. ചെറുപ്രായത്തിലെ ഞാൻ ഈ വചനം എടുത്തതാ. എന്നോട് പരിശുദ്ധമാ പറയുന്നു, ഇനി നടക്കാൻ പോകുന്ന ഉണർവിനകത്ത് പാസ്റ്റർമാരെ കാട്ടിലും വലിയ റോള് ദൈവം സാധാരണ വിശ്വാസിയായ നിങ്ങളുടെ കയ്യിൽ തരാൻ പോകുകയാണ്. Come on church. Hallelujah. For that revivals to take place, you don't need a PhD from a seminary. You don't need an MTH from a seminary. God is going to do it through ordinary believers. It may not be happening through the leaders of the church. It's probably happening through the ordinary believers in the church. Can you please repeat it, Pastor G? Come on, please repeat that same thing. Amen. The revival that is going to break out is not going to be happening through the leaders of the church. It's going to be happening through the ordinary believers in the church who are moved by the Holy Spirit. അത് നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോവാ. It's going to happen in your home. അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ It's going to നടക്കാൻ പോവാ. happen in your workplace. അത് നിങ്ങളുടെ സ്കൂളിൽ നടക്കാൻ It's going to പോവാ. happen in your school. അത് നിങ്ങളുടെ കോളേജിൽ നടക്കാൻ It's going to പോവാ. happen in your college. യേശുവിന്റെ അധികാരമുള്ള In the നാമത്തിൽ name of Jesus. ഡെഡ് ബോഡികൾ എഴുന്നേറ്റ് നടക്കുമെന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു. Oh, I believe that body should rise up. മുടന്തന്മാർ എഴുന്നേറ്റ് നടക്കും. Lame will walk. എല്ലാവർക്കും ദൈവത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ Shall we ആത്മാവിൽ? all stand in the presence of God? ആമേൻ. ദയവായിട്ട് ഒരു 25 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ദയവായി നിങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. All those who are under 25 years of age, will you please step forward? Come forward. Please come, please come. Please come. Move up all the way to the friend. All the way to the friend. Just come. All the way. Adore him. Oh, come, let us adore him. Oh, come, let us adore him, Christ. The Lord, sing with me, come. Oh, come, let us adore. Come on, guys, sing it, sing it. Oh, come, let us adore him. Oh, come, let us adore him, Christ the Lord. നാം ഒന്നായി ചേർന്നു വാഴ്ത്താം, നാം ഒന്നായി ചേർന്നു